സോ നവനീത് ഇപ്പോൾ ആസ്റ്ററിലെ ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് ബ്രീഫ് ചെയ്യാമോ? ആസ്റ്ററിൽ ഒരു ഇന്റർവ്യൂ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. നമ്മൾ ഇതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യും, ഫ്യൂച്ചറീസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. IP കോർഡിനേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നതും ഈ കോർഡിനേറ്റർ പോസ്റ്റ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ആദ്യം ഞാനൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. അപ്പൊ പിന്നെ അവർക്ക് മനസ്സിലായി ഓക്കെ ആണെന്ന് തോന്നി. അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. സോ ദേവദത്ത് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ്, എത്ര നാളായിട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു എന്നൊന്ന് പറയാമോ? അതായത് നമ്മുടെ അക്കാഡമിയിലെ 21st സെഞ്ച്വറി സ്കിൽസ് പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല ട്രെയിനിങ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഹൗ ടു അഡ്രസ് ആൻ ഇന്റർവ്യൂവർ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള അക്കാഡമിക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ ആസ്റ്ററിലെ ഇന്റർവ്യൂവിന് മുന്നേ ഫ്യൂച്ചറൈസിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മുമ്പേ ആണെങ്കിലും നമ്മുടെ ആ ഒരു സ്കില്ലിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും, പിന്നെ നമുക്ക് ആ ഒരു മൊത്തം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ട് വിടുന്നതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൻസൈറ്റി അങ്ങനെ ഒരു സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫ്യൂച്ചറൈസിൽ ഫസ്റ്റ് ഇന്റർവ്യൂ അവിടെയായിരുന്നു, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ആസ്റ്ററിൽ പോകുമ്പോൾ ആണെങ്കിൽ ഒരു 1 വീക്കായിട്ട് നമുക്കിങ്ങനെ ഒരു ഇന്റർവ്യൂ എങ്ങനെ അപ്പിയർ ചെയ്യണം, എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, അതിനൊക്കെയുള്ള ട്രെയിനിങ് നമുക്ക് അക്കാഡമി തന്നുകൊണ്ട് വളരെയധികം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇന്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി.